Hi friends, welcome to Nim's Favorites. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി കാർഡാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാർഡാണ്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാർഡാണ് കേട്ടോ ഇത്. അതിനുവേണ്ടി ഞാനിവിടെ ഡിഫറെന്റ് കളേഴ്സിൽ നമ്മുടെ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ബാക്കി വന്ന ആ ഒരു പീസ് പേപ്പറൊക്കെ നമുക്ക് മതിയാവും. അപ്പോൾ ആദ്യം തന്നെ ഒരു വലുത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പിങ്ക് കളറാണ് ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു A4 ഷീറ്റിന്റെ അളവിലാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, അത് ഇതുപോലെ നമുക്ക് ക്രോസ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാം. അതുപോലെ എല്ലാം നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഓരോന്നും എടുക്കേണ്ടത് ആദ്യം എടുത്ത അളവിന്റെ നേരെ കുറച്ച് ചെറുതായിട്ട് വേണം അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എടുക്കുന്നത് മുന്നേ എടുത്തതിന്റെ കുറച്ച് ചെറുതായിട്ട് വേണം അടുത്തത് എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞ ഓരോരോ പേപ്പേഴ്സ് ആണ്, അതിന്റെ ബാക്കി വന്നതൊക്കെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം എല്ലാം തന്നെ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം കറക്റ്റ് സൈസിലേക്കാക്കി പിന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഇലവൊക്കെ ഇത്ര നീളത്തിലിരിക്കുന്നത്. അതൊക്കെ കട്ട് ചെയ്യണം, കാരണം ആ പിങ്കിന്റെ കുറച്ചുകൂടെ ചെറുതായിരിക്കണം ആ യെല്ലോ. ഓക്കെ, അപ്പൊ ഞാനത് പിന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ആദ്യം ഇതുപോലെ നമുക്ക് എല്ലാം ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ 4 ഡിഫറെന്റ് കളേഴ്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം അതൊക്കെ ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് ആവശ്യമുള്ള സൈസിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. ഇതൊരു വെറൈറ്റി കാർഡായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് മുഴുവനായിട്ടും കണ്ടു നോക്കിയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പൊ ക്രിസ്മസ് ലീവൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടിയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി കാർഡായിരിക്കും ഇത്. അപ്പോൾ ഇതുപോലുള്ള ഡിഫറെന്റ് വെറൈറ്റി കാർഡ്സ് ഞാൻ ഉണ്ടാക്കിയിട്ട് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. കണ്ടു നോക്കിയാൽ മാത്രം പോരാ, അതൊന്ന് ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരുവാണെങ്കിൽ ഞാൻ എന്തായാലും എന്റെ ഐഡിയയിൽ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്റെ ഇൻസ്റ്റ ഐഡി ഒക്കെ ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ എല്ലാം കട്ട് ചെയ്യേണ്ടത്. അതിന്റെ സൈസൊക്കെ ഇങ്ങനെയാണ് വരേണ്ടത്. എങ്കിലാണ് നമുക്ക് ആ കാർഡിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പൊ സൈസൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു ഐറ്റം എടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമുക്ക് എന്നും കിട്ടുന്ന നമ്മുടെ ഓഫർ ബുക്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കുറേ എണ്ണം റൂമിന്റെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം എടുത്തു, എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ നോക്കിയിട്ട്. അപ്പൊ എനിക്കൊരു സംഭവം കിട്ടി. ഇതാണ്. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാം. ന്യൂ ഇയറിന് പറ്റിയ ഒരു ഫോട്ടോ ആണത്. ആ ഒരു പ്രിന്റ് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായി. ഞാനത് അപ്പോൾ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 2 അല്ല, ഒരു 5-6 കാർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കതൊരു ഇതുപോലെ ലേസ് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് അതിന്റെ മുകളിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് ഇനി ഓരോന്നായിട്ട് പണി തുടങ്ങാം. ഇനി നമുക്ക് ആദ്യം നമ്മുടെ പിങ്ക് കാർഡ് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ലേസ് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു ബോർഡർ പോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് അങ്ങനെ ഒരു ലേസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ബോർഡർ പോലെ ബ്ലാക്കോ എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം ഇതെന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് ആ ന്യൂ ഇയറിന്റെ ആ ഒരു എന്താ പറയാ ഒരു വെടിക്കെട്ട് പോലെയൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാനത് കളയാതെ എടുത്തു വെച്ചത്. ഇതുപോലെ ഓഫർ ബുക്കൊക്കെ കിട്ടിയാൽ ഞാൻ എപ്പോഴും നോക്കി വെക്കും. എനിക്ക് എന്തെങ്കിലും അതിനകത്ത് എടുക്കാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കി വെക്കും. അപ്പോൾ സാധാരണ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുമ്പം എന്തെങ്കിലുമൊക്കെ പ്രിന്റ് അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഈ ഒരു എണ്ണത്തിനും പിന്നെ ലാസ്റ്റ് ഏറ്റവും ചെറുതിനുമാണ് ഞാൻ ഇതുപോലെ ബോർഡർ കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു വൈറ്റ് പേപ്പർ ആണ്, ഇങ്ങനെ ഉള്ളിലൊരു കട്ടിംഗ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു കലണ്ടറിന്റെ ഒരു പീസാണ്. ഇതിന്റെ ബാക്ക് ഭാഗം ഇതുപോലെ വൈറ്റ് കളറാണ് വരുന്നത്. കലണ്ടറിന്റെ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടി ഉണ്ടാവും. അതുകൊണ്ട് ബാക്കിൽ എഴുതിയതൊന്നും നമുക്ക് ഇപ്പുറത്തേക്ക് തെളിഞ്ഞു കാണില്ല. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് വെറുതെ നമുക്ക് പേപ്പേഴ്സ് ഒന്നും വാങ്ങിച്ചു കളയണ്ട. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്തു വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച എല്ലാ പേപ്പേഴ്സിന്റെ ഉള്ളിലും ഇങ്ങനെ വൈറ്റ് പീസ് ഇതുപോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ. 2 സൈഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഒരു ഐഡിയ ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞാൻ എല്ലാത്തിനും ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരെണ്ണത്തിൽ യെല്ലോയിൽ, പിന്നെ ഓറഞ്ചിൽ, പിന്നെ ബ്ലൂവിൽ. അപ്പോൾ ഇത്രയും കാർഡ്സിൽ നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇത് മുകളിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ താഴോട്ടോ മുകളിലോട്ടോ ഒരു ഭാഗത്തോട്ടോ ഒന്നും ചെരിഞ്ഞു പോകാതെ കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ
നമ്മൾ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതേ ഇതുപോലെയാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ. നമുക്ക് ബർത്ത്ഡേക്കായാലും ഇതുപോലത്തെ കാർഡ് ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും. ഒരു സർപ്രൈസ് പോലെ നമുക്ക് തോന്നും. ഉള്ളിൽ എന്താന്നുള്ളൊരു ആകാംക്ഷയായിരിക്കും. അതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ ബർത്ത്ഡേക്കൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഉള്ള ആ ഒരു കാർഡിന്റെ മുകളിലും നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ലേസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കാർഡ്സിലായിട്ട് എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ക്ലോക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് മനസ്സിലാകും. അപ്പോൾ ഓരോന്നിലും ഇങ്ങനെ ഓരോരോ ക്ലോക്കാണ് ചെയ്തു കൊടുക്കുന്നത്. അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ് ഒന്നും കാണാത്തത്. ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ആദ്യത്തെ 3 കാർഡിലും നമ്മൾ ക്ലോക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൈസിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തേല് ചെറുത്, പിന്നത്തേല് ഇത്തിരി വലുത്, മൂന്നാമത്തേല് ഒത്തിരി കൂടെ വലുത്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേല് നമ്മൾ ടൈം സെറ്റ് ചെയ്തത് ഒരു 11:45 രണ്ടാമത്തേല് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നത് ഒരു 11:50 അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ക്ലോക്ക് മാത്രമായിരുന്നു ചെയ്തത്. പിന്നെ ഞാൻ ടൈമും ഡേറ്റും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ 12 മണിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് പിക്ചറും കൂടെ ഈ ലാസ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്തു 12 മണിക്ക്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് എന്താ പറയുക, നമ്മൾ ആ മുന്നിലെ നമ്മുടെ ലേസിൽ കണ്ട ഒരു വെടിക്കെട്ടുണ്ടല്ലോ, ആ ഒരു സംഭവമാണ് ഇവിടെ പിക്ചറായിട്ട് ഞാൻ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ആ ഒരു ലേസിൻ്റെ മുകളിൽ കണ്ട പോലെ തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് അത് തന്നെ നമുക്ക് വരയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ പേജാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അതിനകത്താണ് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ വെടിക്കെട്ടിങ്ങനെ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് പേജിലോട്ട് കടക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പേജിൽ ഞാൻ അതേ ഒരു വെടിക്കെട്ട് തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വർക്കും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാർഡ് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള കാർഡ് മേക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതി കൊടുക്കുകയാണ്. ആദ്യം ഇതുപോലെ ബോർഡർ പോലെ എഴുതിയിട്ട് പിന്നെ അതിനകത്തോട്ടൊരു പിങ്ക് കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ അവിടെ ആ ഒരു വയലറ്റ് കളറിൽ കൊടുത്തത് എനിക്ക് അബദ്ധം പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറൊരു കളറാണെന്ന് വെച്ചിട്ട് എടുത്ത് മാറിപ്പോയതാണ്. അതുകൊണ്ടാണ് ആ ഒരു ന്യൂ ഇയർ എന്ന് വരുന്നിടത്ത് ആ ഒരു വല്ലാത്തൊരു ഡാർക്ക് അവിടെ വന്നു പോയോണ്ട് അവിടെ ഞാൻ എഴുതിയപ്പോൾ എന്തോ ഒരു അഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇത്രയും ആയ സ്ഥിതിക്ക് എനിക്ക് അവിടെ ഒന്നും മാറ്റാനൊന്നും കഴിയില്ല. ഓക്കെ, അവിടെ കിടക്കട്ടെ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കളർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. വെടിക്കെട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ലൈറ്റ് കളേഴ്സ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഏറ്റവും ഫസ്റ്റ് നമുക്ക് 2024 എഴുതി കൊടുക്കാം. കാരണം നമ്മൾ കാർഡ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മനസ്സിലാവണ്ടേ, അതുകൊണ്ട് നമുക്ക് 2024 എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാർഡിൽ നമ്മൾ ചെയ്തു വെച്ചത്. ഇനി നമുക്ക് ഫൈനൽ ലുക്കിലേക്ക് കിടക്കാം.